കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് മുറുകുകയാണ്. അത് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ രണ്ട് പരിപാടികൾ KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പങ്കെടുത്തില്ല എന്നത് തന്നെയാണ് ഗ്രൂപ്പ് പോര് മുറുകുന്നു എന്ന് എടുത്തു പറയാൻ കാരണം. VD സതീശൻ തലസ്ഥാനത്ത് ഉണ്ടായിരുന്ന ദിവസങ്ങളിലാണ് ഈ രണ്ട് പരിപാടികൾ നടന്നത്. ഒന്ന്, മഹാത്മാഗാന്ധി കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി ചുമതലയേറ്റതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങ്. AK ആൻ്റണിയാണ് ഉദ്ഘാടനം ചെയ്തത്. AK ആൻ്റണി ആ ഉദ്ഘാടന വേദിയിൽ വെച്ചാണ് രമേശ് ചെന്നിത്തലയും VD സതീശനെയും പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചതെന്നും നമ്മൾ ഓർക്കണം. കാരണം മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോഴേ കുപ്പായവും തുന്നി അതിനുവേണ്ടി ഓടി നടക്കേണ്ടതില്ല. ആദ്യം പഞ്ചായത്തിലെങ്കിലും വിജയിക്കൂ, അതിനുശേഷം 2026 മുഖ്യമന്ത്രി കസേരയും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നോക്കാം എന്ന തരത്തിലെ AK ആൻ്റണിയുടെ പ്രസംഗം നടന്ന വേദി അതാണ്. ആ പരിപാടിയിൽ VD സതീശൻ പങ്കെടുത്തിരുന്നില്ല. അവിടെ പരിപാടി നടക്കുന്ന സമയത്ത് VD സതീശൻ കണ്ടോൺമെൻറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. തീർച്ചയായിട്ടും കണ്ടോൺമെൻറ്റ് ഹൗസും ഇന്ദിരാഭവനും തമ്മിലുള്ള ദൂരമൊക്കെ അറിയാം. വളരെ വെളിപ്പാടകലെയാണ് ഈ സ്ഥലങ്ങളുള്ളത്. VD സതീശന് വേണമെങ്കിൽ AK ആൻ്റണി പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വാർത്താ സമ്മേളനം നടത്താമായിരുന്നു. അതിന് പോയില്ല, പരിപാടിയിൽ പങ്കെടുത്തില്ല. അതിനുശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച KPCC പ്രസിഡന്റ് സുധാകരൻ KPCC യോഗം വിളിച്ചു ചേർത്തു. യോഗം വിളിച്ചു ചേർത്തപ്പോഴും VD സതീശൻ വന്നില്ല. കാരണമായി VD സതീശൻ്റെ ക്യാമ്പ് പറയുന്നത് VD സതീശൻ ഇന്ദിരാഭവനിൽ പോയപ്പോൾ VD സതീശൻ എത്തുമ്പോഴേക്കും K സുധാകരൻ ഭക്ഷണം കഴിക്കാൻ പോയി. പിന്നീട് യോഗം തുടങ്ങാൻ വൈകിയത് കൊണ്ടാണ് VD സതീശൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നാണ് VD സതീശൻ്റെ ക്യാമ്പ് നൽകുന്ന വിശദീകരണം. എന്നാൽ VD സതീശൻ നേരെ പോയത് നിയമസഭാ പുസ്തകോത്സവത്തിലാണ്. അവിടെ G കാർത്തികേയനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു, ഒരു പുസ്തക ചർച്ചയിലും പങ്കെടുത്തു. രാത്രി 7:30 വരെ ഉണ്ടായിരുന്നു KPCC യോഗം. ഈ 7:30 വരെയും VD സതീശൻ ഇന്ദിരാഭവനിൽ എത്തിയിരുന്നില്ല. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്, സൂചന എന്താണ്? K സുധാകരനും VD സതീശനും തമ്മിലുള്ള സ്വരച്ചേർച്ച ഇല്ലായ്മ തന്നെയാണ് പ്രകടമാകുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം പിടിമുറുക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണിത്. ഇതെവിടെ നിന്ന് തുടങ്ങി എന്ന് ചോദിച്ചാൽ, പാർട്ടിയുടെ പുനഃസംഘടന. KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി പാർട്ടിയെ പുനഃസംഘടിപ്പിക്കണമെന്നാണ് VD സതീശൻ്റെ അഭിപ്രായം. അങ്ങനെയാണെങ്കിൽ K സുധാകരൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് മാറണം. പ്രതിപക്ഷ നേതാവിന് രമേശ് ചെന്നിത്തല പിന്തുണ കൂടി കൊടുത്തപ്പോൾ ആ വിവാദം അവിടെ ആളിക്കത്തുകയും ചെയ്തു. പുനഃസംഘടന എങ്ങും എത്താതെ പോവുകയും ചെയ്തു. പുനഃസംഘടന സംഘടിപ്പിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല എന്ന് നേതാക്കളാകെ തന്നെ പൊതുമധ്യത്തിൽ വന്നു നിന്ന് പറയേണ്ട അവസ്ഥ വരെ കോൺഗ്രസ്സിന് ഉണ്ടായി. ഇത് ഹൈക്കമാൻഡൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളിലും ചർച്ച ചെയ്തതുമാണ്. VD സതീശൻ്റെ ക്യാമ്പ് ഇപ്പോൾ അസ്വസ്ഥമാണ്. കാരണം എന്താണ്? രമേശ് ചെന്നിത്തല സാമുദായിക നേതാക്കളുമായി നടത്തുന്ന സമ്പർക്കവും ബന്ധവുമൊക്കെ VD സതീശന് കനത്ത തിരിച്ചടിയാണ്. VD സതീശൻ അനഭിമതനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം K മുരളീധരനും രമേശ് ചെന്നിത്തലയും പാർട്ടിയിൽ ശക്തി കേന്ദ്രങ്ങളായി മാറുകയും ചെയ്യുന്നു. ഇത് VD സതീശന് ഒട്ടും സഹിക്കുന്നില്ല. K മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ ശക്തി ആർജിക്കുന്നത് K സുധാകരൻ്റെ പിൻബലത്തോടു കൂടിയാണെന്ന് VD സതീശന് നന്നായി അറിയാം. അതുമാത്രമല്ല, സന്ദീപ് വാര്യർക്ക് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകിയാണ് സന്ദീപ് വാര്യരെ BJPയിൽ നിന്ന് അടർത്തി കോൺഗ്രസിലെത്തിച്ചത്. VD സതീശൻ തന്നെയാണ് അതിന് ചുക്കാൻ പിടിച്ചത്. സന്ദീപ് വാര്യർക്ക് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം, KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ അതിനും വിലങ്ങുതടിയാകുന്നുണ്ട് പല നേതാക്കളും. സന്ദീപ് വാര്യർക്ക് അത്രയും വലിയ പദവിയൊന്നും നൽകേണ്ടതില്ല എന്ന നിലപാടിലാണ് K സുധാകരൻ്റെ അടുത്ത വൃത്തങ്ങളും K സുധാകരൻ്റെ ക്യാമ്പും പറയുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് K സുധാകരൻ വിളിച്ച KPCC യോഗത്തിൽ പങ്കെടുക്കാതെ VD സതീശൻ വിട്ടുനിന്നത്. AK ആൻ്റണി പങ്കെടുത്ത സുപ്രധാന പരിപാടി, അത് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ച പരിപാടിയാണത്. ആ പരിപാടിയിൽ പോലും VD സതീശൻ പങ്കെടുക്കാതെ അകന്നു മാറി നിന്നത്. ഇത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസിൽ വീണ്ടും ഗ്രൂപ്പ് രാഷ്ട്രീയം ആളിക്കത്തുന്നു, അല്ലെങ്കിൽ തിളച്ചുമറിയുന്നു എന്ന സത്യസന്ധമായ വിവരം തന്നെയാണ് പുറത്തുവിടുന്നത്.